ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക പുതിയ തന്ത്രവുമായി സിത്താരയ്ക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുന്നു. സിത്താര അവന്തികയെ കണ്ടതും ഇനി പ്രോപ്പർട്ടി രജിസ്ട്രേഷന്റെ കാര്യമാണോ എന്ന സംശയത്തോടെ അവന്തികയോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ അവന്തിക മകളുടെ പൂജകളൊക്കെ ഭംഗിയായി നടന്നോ എന്ന് സിത്താരയോട് ചോദിച്ചു. എല്ലാം മംഗളകരമായി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇനി പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള സിത്താരയുടെ വാക്കുകൾ കേട്ട് അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പ്രോപ്പർട്ടി എന്റെ പേരിലേക്ക് ആക്കുന്ന പോലെ തന്നെയാണല്ലോ അത് സിത്താരയുടെ പേരിൽ ഇരിക്കുന്നതും എന്ന് പറഞ്ഞപ്പോ സംശയത്തോടെ സിത്താര നോക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, ഞാൻ പറഞ്ഞത് സിത്താരയ്ക്ക് മനസ്സിലായില്ല അല്ലെ? ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. ആ സ്ഥലത്ത് നടത്താൻ പോകുന്ന എന്ത് ബിസിനസ് ആണെങ്കിലും അത് നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഒരു ചിന്ത. എന്താ അതിൽ സിത്താരയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? സിത്താരയെ പോലെയുള്ള ഇതുപോലെയുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ഇങ്ങനെ ഒരു ഫാം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഞാനും കൂടി കൂടെ ഉള്ളപ്പോൾ പിന്നെ ഉണ്ടാകാൻ പോകുന്ന നേട്ടം നമ്മളൊന്ന് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. എന്താ അതിനെക്കുറിച്ച് ഒന്ന് സിത്താര ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം, ഒരു വർഷം നമ്മുടെ കമ്പനികൾക്കുണ്ടാകാൻ പോകുന്ന ടേൺ ഓവർ എത്രയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സിത്താരയ്ക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പോ സിത്താര അല്പനേരത്തേക്ക് മൗനം പാലിച്ചതിന് ശേഷം അവന്തികയോട് ഇങ്ങനെ ഒരു കാര്യം, അതും സിത്താര അവന്തികയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ അതിന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ നമ്മൾക്കിടയിലുള്ള ഈ സൗഹൃദം അതിന് വിള്ളലേൽക്കുമോ? ആ ഒരു കൂട്ടായ്മ അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പുമായി മുന്നോട്ട് പോയാൽ അത് വിള്ളൽ ഉണ്ടാക്കുമോ എന്നൊരു സംശയം മാത്രമേ തനിക്കുള്ളൂ എന്നായിരുന്നു സിത്താരയുടെ മറുപടി. അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു, തൽക്കാലം അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 50-50 ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യാം. ഇതുവരെ ഉള്ള ബിസിനസ് ഒക്കെ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. ഇനി തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫാമിലൂടെ പോകാം, അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ ശരി, താൻ അതിന് കുഴപ്പമില്ല, തനിക്കതിൽ എതിരഭിപ്രായമൊന്നും ഇല്ല എന്ന് സിത്താര അറിയിക്കുകയും പിന്നെ നമുക്ക് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അത് അടുത്ത ആഴ്ച ആയിക്കോട്ടെ, നമുക്കൊരു മീറ്റിംഗ് നെക്സ്റ്റ് വീക്കിൽ ഒരു മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാമെന്ന് അറിയിച്ചു. എന്നാൽ ശരി, അതൊക്കെ സിത്താരയുടെ അഭിപ്രായം പോലെ, നോ ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞ് അവന്തിക സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സിത്താരയുടെ മനസ്സിൽ താൻ ഒരു ഇടം നേടിയെടുത്തു എന്ന അഹങ്കാരത്തിൽ അവന്തിക പുറത്തേക്ക് ഇരുന്നു. അവന്തികയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയായിരുന്ന മൂർത്തിക്കരികിലേക്ക് എത്തി സന്തോഷത്തോടെ അവന്തിക പറഞ്ഞു, ഞാൻ സിത്താരയെ ഒടിച്ചു മടക്കി കയ്യിലെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിത്താരയ്ക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞതും മൂർത്തി ചോദിച്ചു, സിത്താരയെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരി അങ്ങനെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിച്ചോ മേഡത്തെ? അല്ല, ഇനി എന്തെങ്കിലും മനസ്സിൽ കരുതി കൂട്ടിയിട്ട് നമ്മളെ ചതിക്കാനുള്ള വല്ല പുറപ്പാടുമായിരിക്കുമോ സിത്താരയ്ക്കുള്ളത് എന്ന് ചോദിച്ചപ്പോ അവരൊരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് അങ്ങനെ വളച്ചൊടിച്ചുള്ള ചിന്താഗതികളോ വളച്ചൊടിച്ചുള്ള ഒരു സംസാരമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിഷ്കളങ്കതയാണ് ഇവിടെ ഞാൻ മുതലെടുക്കുന്നതെന്ന് അവന്തിക അറിയിച്ചു. ആദ്യം ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. ആദ്യം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ കൂടുതൽ ഫണ്ടും നമ്മൾ തന്നെയായിരിക്കും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഒടുവിൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് ചില പ്രത്യേക കാരണങ്ങൾ സിത്താരയ്ക്ക് മുന്നിൽ നിർത്തി നമ്മൾ ഫണ്ട് ഇറക്കാതെയാവും. ആ സമയത്ത് പൂർണ്ണമായിട്ടും സിത്താരയുടെ ഫണ്ട് തന്നെ വെച്ച് നമ്മൾ ബിസിനസ് നടത്തും. അങ്ങനെ കുറേശ്ശെ സിത്താരയുടെ കയ്യിൽ നിന്നുള്ള സിത്താരയുടെ സ്വത്തുക്കളൊക്കെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കും. അങ്ങനെ ഒടുവിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് സിത്താര എത്തിക്കും. സിത്താരയുടെ ഫണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാവുകയും പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മൂർത്തി ചോദിച്ചു, മാഡം അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയ്ക്ക് വിഡ്ഢിയായിട്ടുള്ള ആളല്ലല്ലോ ഈ സിത്താര എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, തീർച്ചയായിട്ടും സിത്താര തിരിച്ചറിയും. സിത്താര തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ സിത്താരയുടെ സമ്പത്തിൽ 3/4% നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കും. അതിനുശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവർ നമ്മുടെ ചതി തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് പിന്നെ അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അവന്തിക പറയുമ്പോ സിത്താര ആള് അത്ര നിസ്സാരക്കാരിയല്ല, വളരെ സൂക്ഷിച്ചു വേണം മേഡം നമ്മുടെ നീക്കങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് തന്നെ സിത്താര മനസ്സിലാക്കാതെ തന്നെയാണ്. കാരണം സിത്താരയ്ക്ക് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമെന്നോ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നോ എന്നുള്ള ഒരു ധാരണ, ഒരു സംശയം പോലും മനസ്സിൽ പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് അക്കാര്യം മൂർത്തി ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞ് അവന്തികയും മൂർത്തിയും അവരുടെ നീക്കങ്ങൾ കൃത്യമായി വിജയിച്ചതിൻ്റെ അഹങ്കാരത്തോടെ അവിടെ നിന്ന് മടങ്ങുന്നു. എന്തായാലും ഈ ഒരു നീക്കം അത് സക്സസ് ആയി എന്നറിഞ്ഞ സന്തോഷമായിരുന്നു മൂർത്തിയുടെയും അവന്തികയുടെ മനസ്സിൽ. അപ്പോഴേക്കും പൂജയ്ക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഗോകുൽ കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ദിവസം പൂജയിൽ പങ്കെടുക്കാനായി
സമൃദ്ധിയെ ക്ഷണിച്ചപ്പോൾ സമൃദ്ധ വരാൻ കൂട്ടാക്കാതെ തനിക്കെന്തോ വയ്യായികയാണ് എന്ന് പറഞ്ഞ് സമൃദ്ധ മാറിപ്പോയ കാര്യം ഗോകുൽ ഓർമ്മിച്ചു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സമൃദ്ധിക്കുണ്ടായെങ്കിൽ അത് ഈശ്വര നിശ്ചയമാണെന്നും ഈശ്വരൻ താനും സമൃദ്ധിയും ഒരുമിച്ച് ഈ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കുറ്റബോധം ഗോകുലിനെ മനസ്സിനെ അലട്ടി. ഉടനെ തന്നെ ഗോകുൽ ശോഭയെ വിളിക്കണം. ശോഭ കോൾ അറ്റൻഡ് ചെയ്തതും എങ്ങനെയായി അവിടുത്തെ പൂജയും വഴിപാടുകളും ഒക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ പൂജയൊക്കെ നന്നായി നടക്കുന്നുണ്ടെന്നും ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു വഴിപാടിനെ പങ്കെടുക്കാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമാകുമായിരുന്നുമൊക്കെ എന്നെല്ലാം വിഷമത്തോടെ ഗോകുൽ അറിയിച്ചു. അത് ശരി തന്നെയാണെന്നും അതുകൊണ്ടാണ് താൻ അവിടേക്ക് നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയച്ചതെന്ന് ശോഭ അറിയിക്കുമ്പോൾ ശോഭയുടെ വാക്കുകൾ കേട്ട ഗോകുൽ പറഞ്ഞു, അമ്മേ എനിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്. കാരണം ഞാൻ ഈ ഒരു പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ പൂജ അതും സത്യമുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ സത്യമായിട്ടുള്ള ഒരു ഇടം, ആ ഇടത്ത് വന്ന് ഇങ്ങനെയൊരു കളവ് പറയുന്നത് മറ്റ് ദമ്പതിമാരെ പോലെ അല്ലല്ലോ അമ്മേ ഞാനും സമൃദ്ധിയും. കാരണം സമൃദ്ധിയെ താലി പോലും ചാർത്തിയിട്ടില്ലാത്ത ഞാൻ സമൃദ്ധിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ആ സ്ഥാനത്തിരുന്ന് ആ പൂജയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അത് വലിയൊരു തെറ്റല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഗോകുലിനോട് ശോഭ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. കാരണം നീ സമൃദ്ധിയെ മനസ്സിൽ നീ നിൻ്റെ ഭാര്യയായി തന്നെയല്ലേ കാണുന്നത്. മനസ്സുകൊണ്ട് നീ അങ്ങനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സമൃദ്ധിക്ക് ഇത്രയും വലിയൊരു ചികിത്സ നടത്തിയിട്ട് പോലും പഴയ ഓർമ്മകൾ സമൃദ്ധിയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വരന്മാർ ആഗ്രഹിക്കുന്നതും സമൃദ്ധിയുടെ ഈ ഒരു തീരുമാനം തന്നെയാണ്. സമൃദ്ധിയുടെ കൂടെ ഇരുന്ന് ആ പൂജയിൽ പങ്കെടുക്കേണ്ടത് നീ തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ആവേണ്ടതില്ല. എന്തായാലും ഇക്കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇനിയും മുന്നോട്ട് പോയി കഴിയുമ്പോൾ സമൃദ്ധിയെ നിൻ്റെ ഭാര്യയായി അംഗീകരിക്കാൻ തന്നെയല്ലേ നീ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു തെറ്റുമില്ല മോനെ. സന്തോഷത്തോടെ പോയി ആ പൂജയിൽ പങ്കെടുക്കുന്ന പറഞ്ഞപ്പോൾ ശരിയമ്മേ, ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് എന്ന് ഗോകുൽ അമ്മയോട് പറയുന്നു. അങ്ങനെ ശോഭയുടെ വാക്കുകൾ കേട്ട് ശോഭ അതിനെ അനുകൂലിച്ച് സംസാരിച്ചത് കേട്ട് സന്തോഷത്തോടെ ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോൾ ഗോകുലിൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോഴും തൻ്റെ മനസ്സിൽ സമൃദ്ധിയോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് ഗോകുല് സമൃദ്ധ തൻ്റെ അരികിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടെ ഈ ജീവിതം മുന്നോട്ട് പോയിക്കോളും എന്ന സമാധാനത്തിൽ സമൃദ്ധിയോടൊപ്പം പൂജയിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനത്തിലെത്തി അവിടെ പൂജാ സ്ഥലത്തേക്ക് പുറപ്പെടാൻ റെഡിയാകാമെന്ന് ഗോകുൽ തീരുമാനിച്ചു. അപ്പോഴാണ് ഗോകുൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അർച്ചന ഇത്രയും നേരമായിട്ടും തൻ്റെ സച്ചിയേട്ടനോട് സത്യങ്ങൾ തുറന്നു പറയാനോ സച്ചിയേട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനോ തനിക്ക് ആവുന്നില്ലല്ലോ എന്ന വേദന അർച്ചനയുടെ മനസ്സിനെ അലട്ടി. പിന്നീട് പൂജയ്ക്കായി അണിഞ്ഞൊരുങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുത്തെ നാഗദൈവങ്ങൾക്ക് മുന്നിൽ മനമൊരുക്കി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് അർച്ചന. ഈ സമയത്ത് അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഗോകുലും കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി നിന്നു. അപ്പോഴാണ് സച്ചി അതുവഴി വരുന്ന കാഴ്ച അർച്ചന കണ്ടത്. ആകെ വേദനയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് സച്ചി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ദമ്പതി പൂജയിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ അവിടെ ആ പൂജയ്ക്കായി ഒരുക്കിയിരിക്കുന്ന പീഠത്തിലേക്ക് വന്നിരുന്നോളാനായിട്ട് തിരുമേനി അറിയിച്ചു. വേഗം ഗോകുലും അർച്ചനയും ആ പീഠത്തിലേക്ക് ചെന്നിരുന്നു. മറ്റുള്ള പൂജയ്ക്കായി പങ്കെടുക്കാനെത്തിയ മറ്റുള്ളവരും അവിടെ ചെന്നിരിക്കുമ്പോൾ സച്ചി അപ്പുറത്ത് മാറി നിന്ന് വേദനയോടെ നോക്കുകയായിരുന്നു. ഉടനെ പൂജയിൽ താൻ പറയുന്ന മന്ത്രങ്ങൾ ഭക്തിയാദരപൂർവ്വം ഉരുവിടാനായിട്ട് അദ്ദേഹം പൂജാരി ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ ആ പൂജയിൽ പങ്കുകൊള്ളാൻ ഗോകുലും അർച്ചനയും തയ്യാറായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആ മന്ത്രോച്ചാരണങ്ങൾ കൃത്യമായി തന്നെ അർച്ചനയും ഗോകുലും ഉച്ചരിക്കാൻ തയ്യാറായി. ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ പാതിയെ, ആ പാതിയുടെ പേര് മനസ്സിൽ സങ്കല്പിക്കുക. 7 വട്ടം ആ പേര് ഉരുവിടുക എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ സന്തോഷത്തോടെ അവിടെ ഇരുന്നുകൊണ്ട് ഗോകുൽ സമൃദ്ധി എന്ന് ആവർത്തിച്ചു. തൻ്റെ അരികിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട നാൾ മുതൽ സമൃദ്ധി എന്ന പേരിട്ടാണ് താൻ വിളിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ആ സമൃദ്ധിയെ തന്നെ മനസ്സിൽ ചിന്തിച്ച് ഗോകുൽ സമൃദ്ധ എന്ന് മനസ്സിൽ പറയുമ്പോൾ അടുത്തിരുന്ന അർച്ചന സച്ചിദാനന്ദൻ, എൻ്റെ സച്ചിയേട്ടൻ എന്നിങ്ങനെ സച്ചിയെക്കുറിച്ച് തന്നെ അർച്ചന പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അർച്ചന സച്ചിയെക്കുറിച്ചും ഗോകുൽ സമൃദ്ധി എന്നും പറഞ്ഞ് അവരുടെ കയ്യിലിരുന്ന പുഷ്പങ്ങൾ ആ മുന്നിലിരിക്കുന്ന പീഠത്തിലേക്ക് അർപ്പിച്ചു. അതിനുശേഷം ഇതിനൊക്കെ സാക്ഷിയായി അപ്പുറത്ത് മാറി വേദനയോടെ സച്ചി നോക്കി നിൽക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് അവർക്ക് കൊടുത്ത ആ തളികയിലുള്ള കുങ്കുമച്ചെപ്പിൽ നിന്ന് ഒരു നുള്ള കുങ്കുമം കയ്യിലെടുത്ത് അത് അരികിലിരിക്കുന്ന ഭാര്യയുടെ സീമന്തരേഖയിൽ അണിയിച്ചു കൊടുക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ സച്ചി വേദനയോടെ നോക്കിയിരിക്കുമ്പോൾ
അർച്ചനയെ വളരെ സ്നേഹത്തോടെ നോക്കുകയാണ് ഗോകുൽ. സിന്ദൂര ചെപ്പിൽ നിന്ന് സിന്ദൂരം കയ്യിലെടുത്ത് ഗോകുൽ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന ഒട്ടും താല്പര്യമില്ലാതെ ഒന്ന് ഗോകുലിനെ നോക്കിയിട്ട് കണ്ണിമ മാറ്റിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോഴാണ് തന്റെ അരികിലിരിക്കുന്നത് സച്ചിയേട്ടനാണെന്നുള്ളൊരു തോന്നൽ അർച്ചനയ്ക്ക് തോന്നിയത്. സച്ചിയാണെന്നുള്ള ചിന്താഗതിയിൽ വളരെ സ്നേഹത്തോടെ അർച്ചന നോക്കിയിരിക്കുമ്പോൾ ഗോകുൽ സന്തോഷപൂർവ്വം അർച്ചനയുടെ സീമന്തരേഖയിൽ ആ സിന്ദൂരം ചാർത്തി കൊടുത്തു. വളരെ നിറഞ്ഞ പുഞ്ചിരിയോടെ അർച്ചന അതിന് മനസ്സറിഞ്ഞ് സമ്മതം മൂളിക്കൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സച്ചിയേട്ടനാണ് തന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയത് എന്ന ധാരണയിൽ പുഞ്ചിരിയോടെ സച്ചി എന്ന് ചിന്തിച്ച് ഗോകുലിനെ നോക്കിയിരുന്നു. എന്നാൽ ഗോകുൽ അറിയാതെ സ്നേഹത്തോടെ ആ സിന്ദൂരം ചാർത്തുമ്പോൾ അർച്ചനയുടെ മനസ്സ് മുഴുവൻ സച്ചിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. സച്ചിയേട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ച് സച്ചിയാണ് തൻ്റെ നെറ്റിയിൽ തൻ്റെ സീമന്തരേഖയിൽ ആ സിന്ദൂരം ചാർത്തിയതെന്നുള്ള സമാധാനത്തിൽ അർച്ചന നോക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചിരിക്കുന്നത് ഗോകുലാണെന്ന് അറിഞ്ഞതോടെ അർച്ചനയുടെ മുഖത്ത് വല്ലാത്ത നിരാശ. അപ്പുറത്ത് മാറി നിന്ന് വേദനയോടെ ഇതിനെല്ലാത്തിനും സാക്ഷിയായി നിൽക്കുകയായിരുന്നു സച്ചി. അങ്ങനെ സങ്കടത്തോടെ സച്ചി അതിനു മുന്നിൽ വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ നടന്ന ചടങ്ങുകൾക്കെല്ലാം സാക്ഷിയാകേണ്ടി വന്ന ആ ഒരു നിമിഷത്തിൽ തനിക്ക് തൻ്റെ അർച്ചനയെ സ്വന്തമാക്കാൻ കഴിയാതെ പോയതിൽ, അർച്ചനയ്ക്ക് സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൽ വല്ലാത്ത വേദനയായിരുന്നു സച്ചിയുടെ മനസ്സിലാകെ. അതിനുശേഷം തിരുമേനി പറഞ്ഞു കൊടുത്ത ആ മന്ത്രങ്ങൾ ഉരുവിട്ട് വളരെ സന്തോഷത്തോടെ അർച്ചന ആ പൂജയിൽ പങ്കുചേർന്നു. പൂജകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഐശ്വര്യത്തിനായിട്ടാണ് അങ്ങനെ ഒരു സിന്ദൂരം ചാർത്തൽ ചടങ്ങ് നടത്തിയതെന്നും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതെന്നും പൂജാരി അറിയിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ചടങ്ങുകളെല്ലാം പങ്കുകൊണ്ട് സമാധാനത്തിൽ തിരിച്ച് നേരെ അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞിട്ടും സച്ചി ആകെ സങ്കടത്തോടെ തന്നെ ആ ക്ഷേത്രത്തിലെ ആൽമര ചൂട്ടിൽ അങ്ങനെ നിന്നു. സച്ചിയെ എന്തൊക്കെയോ ചിന്തിച്ച് അർച്ചനയെ തന്റെ അരികിലേക്ക് വന്ന നിമിഷങ്ങളും അർച്ചന തന്നെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളും എല്ലാം ഓർത്ത് വേദനയോടെ സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സച്ചിയെ കണ്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് സച്ചിയെ കണ്ട് തിരിച്ചറിഞ്ഞ സച്ചിയുടെ ഒരു ബിസിനസ് സുഹൃത്തായിട്ടുള്ള നവീൻ അരികിലേക്ക് എത്തിയത്. നവീൻ വന്ന് സച്ചിയോട് ചോദിച്ചു, സച്ചിയേട്ടൻ എന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, അത് പിന്നെ അവിടെ ഡ്രൈവേഴ്സിന്റെ ഡോർമെട്രിയിൽ വല്ലാത്ത തിരക്ക്, അപ്പോൾ കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കാമെന്ന് കരുതി, ഇവിടെ ആകുമ്പം കുറച്ച് ശുദ്ധവായു എങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് നവീൻ പറഞ്ഞു, സച്ചിയേട്ടാ ഇന്നലെ രാത്രിയിൽ കണ്ടപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലൊന്നും സച്ചിയോട് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ നെല്ലിശ്ശേരിക്ക് ഉണ്ടായ ഈ തകർച്ച അതൊട്ടും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അത് ഞങ്ങളോട് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ പകയും വിദ്വേഷവും ഉള്ള ആളുകൾ മൂലമാണ് അങ്ങനെ ഒരു തകർച്ച സംഭവിച്ചത്. അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു എന്ന് സച്ചി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഗൂഗിൾ ഉടനെ നവീൻ ചോദിച്ചു, അല്ല സച്ചിയേട്ടാ അപ്പോൾ അർച്ചന എടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചനയും കുഞ്ഞും അവർ രണ്ടുപേരും എനിക്ക് നഷ്ടമായി. ഞാൻ അവരെ നഷ്ടപ്പെടുത്തി. എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് അർച്ചനയും കുഞ്ഞും നഷ്ടമായി എന്ന് പറയുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന നവീൻ ചോദിച്ചു, സച്ചിയേട്ടനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ സച്ചിയേട്ടന് ബിസിനസ് അല്ലേ നഷ്ടമായത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സച്ചിയേട്ടൻ എൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോയ ബിസിനസ് നമുക്ക് തിരിച്ചു പിടിക്കാം. സച്ചിയേട്ടന്റെ കാലിബർ അത് എനിക്കറിയാവുന്നതല്ലേ, ബിസിനസ്സിലുള്ള സച്ചിന്റെ കാലിബർ കൃത്യമായി അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് സച്ചിയേട്ടൻ എൻ്റെ കൂടെ കൂടിക്കോ, ഫണ്ടിനെ കുറിച്ചൊന്നും സച്ചിയേട്ടൻ പേടിക്കണം, ഫണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് മുടക്കാം, സച്ചിയേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി, അങ്ങനെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന കൂട്ടത്തിൽ അർച്ചനയെടുത്തിയും കുഞ്ഞും സച്ചിയേട്ടനിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എൻ്റെ ബിസിനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമൊക്കെ എൻ്റെ അർച്ചന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അർച്ചനയെ നഷ്ടമായ നിമിഷം മുതൽ ഞാൻ എല്ലാം തന്നെ എന്നിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ പഴയ സച്ചിയല്ല ഞാൻ. ആ പഴയ സച്ചിയായി ഞാൻ മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് എൻ്റെ അർച്ചന മടങ്ങി എത്തിയേ തീരും. അതുകൊണ്ട് എനിക്ക് പ്രതാപകാലത്ത് നെല്ലിശ്ശേരി കുടുംബത്തിൻ്റെ പ്രതാപകാലത്ത് സഹായിച്ച ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നെല്ലിശ്ശേരി കുടുംബത്തിൻ്റെ സഹായം പറ്റിയ ഒത്തിരി ആളുകൾ. എന്നാൽ ഞങ്ങൾക്കൊരു തകർച്ച നേരിട്ടപ്പോൾ അവരുടെയൊക്കെ സഹായത്തിനായി ഞങ്ങൾ അരികിൽ ചെന്നിരുന്നു. പക്ഷേ ആ നിമിഷം നെല്ലിശ്ശേരി തകർന്നുവെന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഹായഹസ്തം നേടിയെടുത്ത ആളുകളൊക്കെ ഞങ്ങളുടെ നേരെ കൈ തട്ടി മാറ്റുകയായിരുന്നു.
അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വാക്ക് അത് നവീൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അഹങ്കാരം കൊണ്ട് തട്ടിക്കളയുന്നതല്ല. പക്ഷേ തൽക്കാലം എനിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ കഴിയില്ല. നവീൻ എന്നോട് ക്ഷമിക്കണം എന്ന് സച്ചി അറിയിച്ചു. അത് സാരയില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് നവീൻ സച്ചിയെ ആശ്വസിപ്പിക്കുമ്പോൾ സച്ചി പറഞ്ഞു, എന്നെങ്കിലും എൻ്റെ അർച്ചനയും കുഞ്ഞും തിരികെ എത്തുമെന്നുള്ള അവരെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. താമസിയാതെ തന്നെ അവരെ എൻ്റെ അരികിലേക്ക് മടങ്ങി എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടൻ തന്നെ അവരെത്തിച്ചേരുമായിരിക്കും എന്ന വിശ്വാസത്തിൽ സന്തോഷത്തോടെ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവന്തികയും മൂർത്തിയും കൂടി അവർ പുതിയതായി പ്ലാൻ ചെയ്ത ആ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇതിനിടയിൽ സിതാരയുടെ അരികിലേക്ക് അവന്തികയുടെയും മൂർത്തിയുടെയും നീക്കങ്ങൾ എന്താണെന്നും അവരുടെ ദുരുദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയ സിതാരയെ സ്നേഹിക്കുന്ന സിതാരയുടെ മകൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് സിതാരയെ അത് അറിയിക്കുകയുണ്ടായി. അതെല്ലാം മനസ്സിലാക്കിയ സിതാര അവന്തിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി അരികിലേക്ക് എത്തുമ്പോൾ മൂർത്തി സിതാരയുടെ മകളുടെയും സംസാരം കേട്ടിരുന്നത് കൊണ്ട് നേരത്തെ തന്നെ അവന്തിക്ക് അരികിലേക്ക് എത്തി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിതാരയ്ക്ക് നമ്മുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്നും ചതി തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഉടനെ സിതാര നമ്മളിൽ നിന്ന് എന്നേക്കുമായി അകന്നു മാറിയേക്കുമെന്നും സിതാരയുടെയും മകളുടെയും സംസാരം താൻ കേട്ടു എന്നും അറിയിച്ചു. എല്ലാം കേട്ടതോടെ അവന്തിയേക്കും വല്ലാത്ത ടെൻഷനായി. ഇനിയിപ്പോൾ അവൾ മൂലം നമ്മളുടെ ഈ നീക്കങ്ങൾ പാളിപ്പോയ സ്ഥിതിക്ക് സിതാരയ്ക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ എങ്ങനെ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ഇരുവരുടെയും ആശങ്ക. അങ്ങനെ അതിനെക്കുറിച്ച് സംശയിച്ച് നിൽക്കുമ്പോഴായിരിക്കും സിതാര അരികിലേക്ക് എത്തിയത്. സിതാരയോ അരികിലേക്ക് വന്നതും അവന്തിക ആകെ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് സിതാര പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയൊരു അഭിനേത്രിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു അഭിനയം എൻ്റെ മുന്നിൽ കാഴ്ചവെച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി. നിങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത്. ഇത്രയും പരിപാവനമായിട്ടുള്ള സത്യത്തിന് മാത്രം നിലനിൽപ്പുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു കളവുമായി നിങ്ങൾ എത്തിയപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാതെ പോയി. അതുകൊണ്ടാണ് എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ ഭാവിച്ച അതേ നാടകം എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ അതിനെ ചെയ്യാതിരുന്നതും അതിന് തയ്യാറാകാതിരുന്നതും നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ടായിപ്പോയി. അത് വേറൊന്നുമല്ല, തറവാടിത്തം, കുലീനത, നല്ല അച്ഛനും നല്ല അമ്മയ്ക്കും ജനിച്ചതിൻ്റെ തറവാടിത്തം, അന്തസ്സ്, അതാണ് എനിക്കുണ്ടായിപ്പോയത്. അത് നിങ്ങൾക്കില്ല എന്നത് എൻ്റെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയാമെന്ന് കരുതി. അതുകൊണ്ട് ഇനി എന്തായാലും ഇങ്ങനെ ഒരു ഡീലുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സിതാര പോകാനൊരുങ്ങിയപ്പോൾ വീണ്ടും ഒന്നുകൂടി പിന്തിരിഞ്ഞു വന്ന് അവന്തിയോട് പറഞ്ഞു, പിന്നെ ആ സ്കൂളിനടുത്തുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവന്തികയുടെ മനസ്സിലെ നടക്കാതെ പോയൊരു മോഹമായി അതങ്ങ് അവശേഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് സിതാര അവിടെ നിന്ന് പോകുമ്പോൾ ആകെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായതിൻ്റെ നിരാശയിൽ അവന്തിക പകയോടെ നോക്കി നിന്നു. എന്തായാലും ഇതൊന്നും ഭംഗിയായി കലാശിക്കാതെ പോയതിൻ്റെ കാരണക്കാരി അവളാണ്, അവൾ ഒറ്റയൊരുത്തിയെന്ന് അവന്തിക പറയുമ്പോൾ അതെ, അവളെ തന്നെ ഇല്ലാതാക്കണം, അവളെ തന്നെ ഇല്ലാതാക്കുകയാണ് ഇതിനുള്ള സിതാരയ്ക്കും മകൾക്കും കൊടുക്കാനുള്ള റിവെഞ്ച് എന്ന് മൂർത്തി അറിയിച്ചു. അതേ മൂർത്തി, അതുതന്നെയാണ് ഉചിതമായ നടപടി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ആളുകളെ വിളിച്ചു വരുത്തിക്കോളൂ, അവർ വന്ന് വേണ്ടത് ചെയ്യട്ടെ എന്ന് അവന്തിക മൂർത്തിക്ക് വേണ്ട നിർദ്ദേശം നൽകി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അർച്ചന പൂജയ്ക്കായി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാകാതെ അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തന്നെ ഉണർന്ന് ഗോകുൽ അർച്ചനയ്ക്ക് അരികിലേക്ക് ചെന്ന് അർച്ചനയെ വിളിച്ചു നിർത്തി. എടോ സമൃദ്ധ, ഇന്ന് പൂജയ്ക്ക് പങ്കെടുക്കേണ്ടതല്ലേ, താനിങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിച്ച് അർച്ചനയെ വിളിച്ചതും അർച്ചന മയക്കം വിട്ട് എഴുന്നേറ്റതോടെ അർച്ചനയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായി. കഴിഞ്ഞ ദിവസത്തെ പൂജയിൽ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരുന്ന് ആ പൂജ മംഗളകരമായി ആ പൂജയിൽ പങ്കെടുത്തത് ഗോകുലായിരുന്നു. തനിക്ക് സിന്ദൂരം ചാർത്തിയതും ഗോകുലായി. എന്നാൽ ഇനിയും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിന് മാത്രം നിലനിൽപ്പുള്ള, സത്യം മാത്രം ചിന്തിക്കുകയും സത്യം മാത്രം നടപ്പിലാകാനായി ആശിക്കുകയും ചെയ്യുന്ന ഈ നാഗത്താന്മാർക്ക് മുന്നിൽ താൻ ഈ ചെയ്യുന്നത് വലിയ നാടകമാണ്. അതിന് എത്ര ശിക്ഷ കിട്ടിയാലും അതിന് എത്രയൊക്കെ തെറ്റേറ്റു പറഞ്ഞാലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് തനിക്കറിയാമെന്നും വേദനയോടെ അർച്ചന ചിന്തിച്ചു. എങ്കിലും തൻ്റെ സച്ചിയേട്ടനെ മറന്ന് ഒരു ജീവിതം തനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് സച്ചിയേട്ടൻ തന്നെ തൻ്റെ അരികിലേക്ക് വരണമെന്നും എല്ലാ പ്രശ്നങ്ങളും ഒന്നൊഴിഞ്ഞ് എനിക്കെൻ്റെ സച്ചിയേട്ടൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ പറ്റിയ ഒരു സാഹചര്യം എന്നാണ് ഇനി ഉണ്ടാവുക എന്ന് വേദനയോടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അർച്ചന ഇരിക്കുമ്പോൾ
ഗോകുൽ വേഗം അർച്ചനയോട് പോയി റെഡിയാകാനായിട്ട് അറിയിച്ചു. അർച്ചന പെട്ടെന്ന് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്താണ് അവന്തിക താൻ പറഞ്ഞ് ഏർപ്പാടാക്കിയ ആളുകൾ അവിടെ വന്നതും ആ ഗുണ്ടകളോട് അവന്തികയും മൂർത്തിയും ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് അർച്ചന കാണാനിടയായത്. അർച്ചന പതുങ്ങി മാറി നിന്ന് എന്താണ് അവന്തികയുടെ നീക്കമെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ഗുണ്ടകളോട് അവന്തിക പറയുന്നത് സിത്താരയുടെ മകളെ പിടികൂടണമെന്നും അവളെ ഇവിടുന്ന് മാറ്റി എത്രയും വേഗം അവളുടെ ജീവൻ എടുക്കണമെന്നും അങ്ങനെ അവളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി അവളുടെ അമ്മയെ ഫോൺ ചെയ്ത് വില പേശണമെന്നതുമായിരുന്നു അവന്തികയുടെ നിർദ്ദേശം. അവളെ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കാമോ അത്രത്തോളം മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യണമെന്ന് അവന്തിക ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവന്തിക നിർദ്ദേശിച്ചതിന് പ്രകാരം അവന്തികയുടെ വാക്കുകൾ കേട്ട് കൃഷ്ണയെ പിടികൂടാനായി സിത്താരയുടെ മകളെ പിടികൂടാനായിട്ട് നേരെ ഗുണ്ടകൾ പുറപ്പെട്ടു. അപ്രതീക്ഷിതമായി അതുവഴി നടന്നു വരുന്ന കൃഷ്ണയെ പിടികൂടി നേരെ മുറിയിലേക്ക് എത്തിച്ച് അവർ ആ മുറി ലോക്ക് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ കൃത്യമായി അപ്പുറത്ത് മാറി നിന്ന് അർച്ചന കാണുകയായിരുന്നു. ഒടുവിൽ ഗുണ്ടകൾ അവിടെ നിന്ന് പോയ ആ തക്കത്തിന് അർച്ചന വേഗം ചെന്ന് ആ റൂം തുറന്ന് അതിൽ അകപ്പെട്ടു പോയ സിത്താരയുടെ മകളെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അർച്ചന അവിടെയും ആ പെൺകുട്ടിയുടെ രക്ഷകയായി അവതരിച്ചു. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി അർച്ചന തിരിച്ച് വീണ്ടും പൂജാ സ്ഥലത്തേക്ക് വന്നെത്തുമ്പോഴാണ് ആ പരിപാവനമായ ആ ക്ഷേത്ര സന്നിധിയിൽ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത് കളങ്കപ്പെടുത്താനായി ശ്രമിച്ചതിൻ്റെ പേരിലും മനസ്സ് നിറയെ ദുഷ്ചിന്തകൾ കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന ചിന്താഗതിയോടെയും ആ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നതിനാലും അവന്തിക മൂലം അവിടെ എത്തിച്ചേർന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ വേദനയെ അവരുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിച്ചതിലും അതോടൊപ്പം തന്നെ സിത്താരയുടെ മകളെ അമായപ്പെടുത്താൻ നോക്കിയതിനുമൊക്കെയുള്ള ശിക്ഷയായി ദേവനാഗം തന്നെ അവന്തികയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവന്തിക ആ പൂജ നടക്കുന്ന സ്ഥലത്തെത്തി അഹങ്കാരത്തോടെ ഇതൊക്കെ എന്തായി കാണിച്ചു കൂട്ടുന്നതൊക്കെ ആലോചിച്ച് പുച്ഛത്തോടെ നിൽക്കുന്ന അവന്തികയ്ക്കരികിലേക്ക് ദേവനാഗം പാഞ്ഞെടുക്കുകയും അവന്തിക ചെയ്ത കുറ്റകൃത്യങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള ശിക്ഷയായി അവിടെ ആ ക്ഷേത്ര സാന്നിധ്യത്തിൽ വെച്ച് അവന്തികയുടെ കാലിൽ ദംശനമേൽപ്പിക്കുന്നു. അങ്ങനെ ആ സർപ്പദംശനമേറ്റ് ദേഹമാസകലം നീലച്ച് ബോധം കെട്ട് വീഴുന്ന അവന്തികയെ നേരിൽ കണ്ട് അർച്ചന അങ്കലാപ്പോടെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും നാളും തൻ്റെയും ശശിയേട്ടൻ്റെയും ജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയും തടസ്സവുമായി നിന്ന അവന്തിക എന്നേക്കുമായി കടപുഴകി വീണിരിക്കുന്നു എന്ന ആ കാഴ്ച നേരിൽ കണ്ട അർച്ചനയുടെ മനസ്സിൽ തൽക്കാലം താൻ ഭയന്നത് എന്താണോ അതിനി ഒരിക്കലും നടപ്പിലാവില്ല എന്നുള്ള തിരിച്ചറിവോടെ അർച്ചന വേഗം അവിടെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഗോകുലിനരികിലേക്ക് എത്തി അർച്ചന ആ ഗോകുലിനെ തിരിച്ചറിയാത്തതുപോലെ ഉള്ള രീതിയിൽ അർച്ചന പെരുമാറുന്നു. ഗോകുൽ അരികിലേക്ക് ചെല്ലുമ്പോൾ ഗോകുലിനോട് വല്ലാത്ത അകൽച്ച കാട്ടുകയാണ്. ഒടുവിൽ ശശി ഇതെല്ലാം കണ്ട് അരികിലേക്ക് ചെന്ന് അർച്ചന എന്ന് വിളിച്ചതും ശശിയേട്ടാ എന്ന് വിളിച്ച് അർച്ചന ശശിക്കരികിലേക്ക് പോകുന്നു. ആ കാഴ്ച കണ്ട് അങ്കലാപ്പോടെയും അതിശയത്തോടെയും നോക്കി നിൽക്കുകയാണ് ഗോകുൽ.